അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുമെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും. If he wants to protect the interest of the LDF, then he will not speak about the temple. LDF-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടില്ല. We don't make big speeches, but I guarantee you that the UDF government is going to make sure that the criminals who stole from the temple are finished, provided are given the punishment that they deserve. നമുക്ക് വലിയ പ്രസംഗങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പു തരുന്നു, UDF അധികാരത്തിലേക്ക് വന്നാൽ ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയവരെ നമ്മൾ ശിക്ഷിക്കും, അവർ അതിനകത്തുള്ള അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കും. The other thing is that I keep saying LDF. ഞാൻ മറ്റൊരു കാര്യം, ഞാൻ എപ്പോഴും LDF എന്ന് പറയുന്നുണ്ട്, left front, ഇടതുപക്ഷം എന്നാണ് പറയുന്നത്. but really the LDF does not behave like a left party in Kerala. പക്ഷേ സത്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഇടതുപക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. In their actions, in their policies, they are as corporatist as the BJP. അവരുടെ നയങ്ങളിൽ, അവർ നടക്കുന്ന പദ്ധതികളിൽ അവർ BJP-യെ പോലെ തന്നെ കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. And you can ask LDF workers this question. നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോട് ഈ ചോദ്യം ചോദിക്കാം. You can ask them, is today's Kerala government truly a left government? Is today's Kerala government truly a government of the poor people of Kerala? Every single LDF worker will tell you no, it is no longer a left government. It is now a corporatist, corporate supported, corporate funded government. നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോട് ചോദിക്കാം, ഈ സർക്കാരിൽ എവിടെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ സ്വഭാവമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ എന്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൽ നിന്ന് ഉണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി ഇല്ല എന്നുള്ളതായിരിക്കും. അവർ കുത്തകവൽക്കരണത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുന്നു. Now you'll ask me again, what is the proof? നിങ്ങൾ ഇനിയും എന്നോട് ചോദിക്കും, എന്താണ് തെളിവ് എന്നുള്ളത്. I'll tell you the proof. ഞാൻ പറയാം എന്താണ് തെളിവെന്ന് ഞാൻ പറയാം. UDF used to support rubber workers. നമ്മുടെ UDF നമ്മളിവിടുത്തെ റബ്ബർ തൊഴിലാളികളെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. Used to protect the rubber industry. നമ്മൾ ഇവിടുത്തെ റബ്ബർ വ്യവസായത്തെ നമ്മൾ പിന്തുണച്ചിട്ടുണ്ട്. When they had difficult times, we used to give them compensation. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായ സമയമുണ്ടായിരുന്നപ്പോൾ നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. The LDF refuses to compensate the rubber workers of Kerala. നമ്മൾ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ റബ്ബർ തൊഴിലാളികൾക്ക് ഉണ്ടായ നഷ്ടം പരിഹരിക്കാൻ നഷ്ടപരിഹാരം നൽകുന്നതിന് വിസമ്മതിക്കുകയാണ്. The left is about protecting workers from the market. ഇവിടെ ഇടതുപക്ഷം ഇവിടുത്തെ വ്യവസായത്തിലുള്ള തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇടത് എന്നുള്ളത്. But the LDF government in Kerala is not interested in protecting the workers, rubber industry from the market. They don't care. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മാർക്കറ്റിലുള്ള റബ്ബർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൽപരരല്ല. They are more than happy to have a relationship with big business, the same that Mr. Narendra Modi does. നരേന്ദ്രമോദി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലത്തെ വലിയ വ്യവസായികളുമായി കുത്തകളുമായി ബന്ധം സ്ഥാപിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷം താല്പര്യപ്പെടുന്നത്. I have spoken in detail about how the Prime Minister has been compromised by Mr. Donald Trump. ഞാൻ പലപ്പോഴായിട്ട് US-ന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് എങ്ങനെയാണ് നരേന്ദ്രമോദി കീഴടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. Everybody knows that there are 3.5 million files, Epstein files, that are still locked up. എല്ലാവർക്കും അറിയാം, ഏകദേശം 35 ലക്ഷത്തോളം എപ്സ്റ്റീൻ ഫയലുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. And everybody knows whose name is in those Epstein files. എല്ലാവർക്കും അറിയാം ആ എപ്സ്റ്റീൻ ഫയലിനകത്ത് ആരുടെ പേരാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. Donald Trump publicly humiliates the Prime Minister of India. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിക്കുകയാണ്. He publicly says that I can destroy Narendra Modi's career anytime I want. അദ്ദേഹം പരസ്യമായി പറയാണ്, ഞാൻ വായ തുറന്നാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ സാധിക്കും എന്ന്. He is absolutely right. അദ്ദേഹം ശരിയാണ്, യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറയുന്നത്. Because he understands that the entire finances of the BJP are linked to Mr. Adani. അത് സത്യവുമാണ്.
കാരണം അദ്ദേഹത്തിന് അറിയാം ഈ BJPയുടെ എല്ലാ ഫണ്ടും അവർക്ക് വരുന്ന പണത്തിന്റെ സ്രോതസ് മുഴുവൻ അദാനിയുമായി ബന്ധപ്പെട്ടാണ്. And if you go on the internet and you search, you will find that there is a case against Mr. Adani in the United States. നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് പോയി ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാൻ കഴിയും US-ൽ അദാനിക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. The case is not targeting Mr. Adani, it is targeting Mr. Modi. ആ കേസ് അദാനിയെ ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുള്ള കേസുകളാണ്. I don't know if you know this or not, but Mr. Adani cannot enter America. നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ അദാനിക്ക് അമേരിക്കക്കകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. He does not travel anymore like he used to. അത് അദ്ദേഹം നേരത്തെ യാത്ര ചെയ്തിരുന്നത് പോലെ അമേരിക്കക്കകത്ത് ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്നില്ല. Because if he does, they will pick him up and take him to the United States. കാരണം അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്താൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് US-ലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. And you saw with your own eyes when I started raising this in Parliament, the Prime Minister got up and ran away from Parliament. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഞാൻ ഈ വിഷയം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദി അവിടെ നിന്ന് പേടിച്ച് പിന്മാറി പോകുന്നത് കണ്ടു.